CMRL എക്സാലോജിക് ഇടപാട് SFIയുടെ കണ്ടെത്തൽ അങ്ങനെ നമ്മളിത് അതൊരുപാട് ചർച്ച ചെയ്തതാണ്. അതിനുശേഷം അത് മുന്നോട്ടേക്ക് വന്നു, ED അന്വേഷണത്തിലേക്ക് വന്നു. ED അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് CMRL ഹൈക്കോടതിയിലേക്ക് നീങ്ങി. ED അന്വേഷണം ഇപ്പോൾ ഈ സമയത്തെ ഹർജി അപക്വമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതിയെ തള്ളി. തൊട്ടുപിറ്റേ ദിവസം അതുമായി ബന്ധപ്പെട്ട പ്രധാന കേന്ദ്രങ്ങളിൽ റെയ്ഡിന്റെ മണിക്കൂറുകളാണ് കേരളം ഇപ്പോൾ നിൽക്കുന്നത്. വലിയ CPM വലിയ പ്രതിഷേധം നടത്തുകയും ചെയ്യുന്നു. ദീപക് ഉറപ്പായും CPM അതിനെ രാഷ്ട്രീയ പ്രതിരോധം, നിയമപരമായ പ്രതിരോധത്തിനപ്പുറം അത് പൊളിറ്റിക്കൽ പ്രതിരോധം തന്നെ തീർക്കുകയാണ്. നാളെ LDFന്റെ പ്രതിഷേധ രീതി എങ്ങനെയാകും ദീപക്? ഹാഷ്മി, നാളെ LDFന്റെ പ്രതിഷേധം എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും LDF എന്ന രൂപത്തിൽ, അതായത് ഇന്നിപ്പോൾ പെട്ടെന്ന് തന്നെ CPIMന്റെ അവൈലബിൾ സെക്രട്ടേറിയറ്റുകൾ കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് നടന്നു, സംസ്ഥാന സെക്രട്ടേറിയറ്റ് നടന്നു, കണ്ണൂർ സെക്രട്ടേറിയറ്റ് യോഗം ഓൺലൈനായിട്ട് നടന്നു. അങ്ങനെ എല്ലാ തലത്തിലും ജില്ലാ കേന്ദ്രങ്ങളിൽ നിന്ന് CPM എന്നുള്ള നിലയിലാണ് പ്രകടനം നടത്തിയത്. അതുപോലെ പ്രാദേശിക തലത്തിൽ ഇന്ന് വൈകുന്നേരവും പ്രകടനങ്ങൾ നടക്കുന്നുണ്ട്. നാളെ LDF എന്ന രീതിയിൽ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ഇടതുമുന്നണിയുടെ മുഴുവൻ ഘടകകക്ഷികളെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പ്രതിഷേധ പരിപാടി EDക്കെതിരെ നടത്താൻ കേന്ദ്ര ഏജൻസിയെ ഉപയോഗിച്ചുകൊണ്ട് ഇടതുമുന്നണിയെ വേട്ടയാടുന്നു എന്നുള്ള പ്രമേയവുമായി വെച്ചുകൊണ്ടുള്ള പ്രതിഷേധ പരിപാടി നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. CPM ഇതിനെ നേരത്തെ ഹാഷ്മി പറഞ്ഞതുപോലെ രാഷ്ട്രീയമായി നേരിടുമെന്ന് നേരത്തെ പ്രഖ്യാപിച്ചതാണ്. നിയമപരമായും അതേസമയം നേരിടും. പക്ഷേ എന്നാൽ ED ആണെങ്കിൽ ഇതിൽ ശാസ്ത്രീയമായ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇപ്പോഴും 3 പേരെ ഞാൻ ഈ അന്വേഷണ സംഘത്തിന്റെ മേധാവിയുമായി അല്പം മുൻപ് സംസാരിച്ചിരുന്നു. 3 പേരെ വിശദമായി ചോദ്യം ചെയ്യുന്നു. അവർ പ്രതീക്ഷിക്കുന്നത് 12 കേന്ദ്രങ്ങളിലെ റെയ്ഡിൽ ചില കാര്യങ്ങൾ കണ്ടെടുക്കാനാവുന്നതാണ്, ചില സീഷേഴ്സ് ഉണ്ടാകും എന്നുള്ളതാണ്. സ്വാഭാവികമായും അത് കഴിഞ്ഞ് ഇന്ന് ഏതെങ്കിലും രീതിയിലുള്ള കസ്റ്റഡിയൽ ഇൻട്രോഗേഷനോ അല്ലെങ്കിൽ കസ്റ്റഡിയോ അറസ്റ്റോ ഉണ്ടാകില്ല എന്നവർ സ്ഥിരീകരിക്കുന്നുണ്ട്. പക്ഷേ ഈ 3 പേരെ ചോദ്യം ചെയ്യുമ്പോൾ അതിൽ നിന്നും കുറെ വിവരങ്ങൾ ലഭിക്കും. മറ്റൊന്ന്, ഈ 12 കേന്ദ്രങ്ങളിലെ പ്രധാനപ്പെട്ട ഓഫീസുകളിൽ നിന്നും ചില രേഖകൾ കണ്ടെടുക്കാനാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് അവർ. അത് വൈകിട്ട് 7 മണിയോടുകൂടി പൂർത്തിയാകും. പൂർത്തിയായി കഴിഞ്ഞതിന് ശേഷം ഇവർക്കെല്ലാം തന്നെ സമൻസ് നൽകി വിളിച്ചു വരുത്തും. അങ്ങനെ ഒരു നടപടിക്രമമാണ് പ്രതീക്ഷിക്കുന്നത്, അവർ പ്ലാൻ ചെയ്യുന്നത്. മറ്റു പ്രധാനപ്പെട്ട കാര്യം, ഇതുകൊണ്ട് അവസാനിക്കാൻ പോകുന്നില്ല എന്ന സൂചനയും ED നൽകുന്നു. ഈ നേരത്തെ ഹാഷ്മി പറഞ്ഞ പട്ടികയിൽ പേരുള്ള കേന്ദ്രങ്ങളിലേക്കെല്ലാം അന്വേഷണം നീങ്ങുമെന്ന സൂചനയാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത്. ഹാഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.